to me. He is Joseph, he is Daniel. ജോസഫിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന് എൻ്റെ അരികിൽ വന്നിട്ട് നിന്നിട്ട് പറയും, മമ്മി ഐ വിൽ സ്റ്റാൻഡ് വിത്ത് യു. എനിക്ക് അങ്ങനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റണില്ല. അവൻ എൻ്റെ കൂടെ വന്ന് നിൽക്കണം. അവനെ ഞാൻ ഒരു കണക്കിനാണ് എടുത്തുകൊണ്ട് ഇവിടം വരെ എത്തിയത്. ബിക്കോസ് അവന് അത്രയും പനിയുണ്ടായിരുന്നു. അവൻ അത്രയും വീക്കായിട്ട് നിൽക്കണ ഒരു സമയത്ത് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വിൽ കം ഫോർ ദ കവനന്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് നിൽക്കിയാൽ ഐ തിങ്ക് ഇറ്റ് വാസ് 4:30. ആ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞ ഒരു കാര്യം കേൾക്കണം. അപ്പോൾ ഞാൻ ഓർക്കണം, ഇതെന്താണ്, ഇത് പുതിയതായിട്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ് മാതാവിനെ പറ്റി ഇങ്ങനെ ഒരു ഇത് കേൾക്കണത്. അപ്പോൾ ആ നിമിഷം ആ ഒരു ഇത് കേട്ട ഉടനെ കണ്ണടച്ച് ഞാൻ മാതാവിനെ ധ്യാനിക്കുകയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കയിൽ ഈ ആൾത്താരയിൽ നിൽക്കണ മാതാവ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി വരുന്നതായിട്ട് അവിടെ തന്നെ എനിക്ക് അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ ഓർത്ത് ദാറ്റ് വാസ് സംതിങ് ബിഗ് ഫോർ മീ. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇതിനാണ് എന്നെ മാതാവ് ഇവിടം വരെ കൊണ്ടുവരുന്നത്, ഇവിടം വരെ എത്തിച്ചത് മാതാവിൻ്റെ ഒരു പ്ലാനാണ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ആദ്യം തന്നെ എനിക്കും ഒരു സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ നിർത്തിയ മാതാവിന് 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. ഞാൻ സാക്ഷ്യം എടുക്കാൻ എൻ്റെ മൂത്തമ്മൻ്റെ ഒരു പഠിപ്പിൻ്റെയും അവൻ്റെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഇല്ലാത്തതിൻ്റെ ഒരു ഇതിൽ ആണ് കൂടുതലും ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യം തന്നെ ഞാൻ മാതാവിനെ പറ്റി അറിയണത്, മാതാവെന്ന് പറയണത് എനിക്ക് 7ാം ക്ലാസ്സിൽ നിന്ന് തന്നെ മാതാവിനോടൊരു അടുപ്പമുള്ളതും മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധാലുവായി എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരു ആസക്തിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കൃപാസന മാതാവ്, ഉടമ്പടി, ഇതൊക്കെ എനിക്ക് ഒത്തിരി പുതിയതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആദ്യം തന്നെ ഞാൻ അറിയണത് എൻ്റെ അനിയത്തി, ഞാൻ എൻ്റെ അനിയത്തി എന്ന് പറയണത് കൂടുതൽ അവളോടുള്ള സ്നേഹം കൊണ്ടാണ്. ബിക്കോസ് അവളെൻ്റെ ആങ്ങളയുടെ ഭാര്യയാണ്. അവൾ വഴിയാണ് ഞാൻ മാതാവിനെ കുറിച്ച് അറിയുകയും മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിൽ കൂടെ അറിയുകയും ഇടയാകാൻ സാധിച്ചത്. കൂടുതലും അവൾക്ക് ലാസ്റ്റ് ഇയർ, അതായത് 2021 ഷി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ. അത് ഒരു വലിയ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. ബിക്കോസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഷീ ജസ്റ്റ് വെൻ ഫോർ ഒരു അബ്ഡമൻ പെയിൻ ആയിട്ട് സിവിയർ പെയിൻ ഉണ്ടായ സമയത്ത് ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് പോവുകയും പിന്നെ ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യുകയും അത് 1 വർഷത്തോളം ഞങ്ങൾ ഒത്തിരി വേദനയോടെ സഹിക്കേണ്ടി വന്ന ഒരു പെയിനായിരുന്നു. കുടുംബത്തോടെ മാതാവിനോട് വിളിച്ചപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പുറത്തറിയിക്കാതെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് മാത്രം അടച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ അറിയണ രീതിയിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മകൾ ഉടമ്പടി എടുക്കുകയും അവൾ വഴി ഞങ്ങൾ കൂടുതലും മാതാവിലേക്ക് അടുക്കുകയും ചെയ്യാൻ അതൊരു കാരണമായി. അവൾക്ക് എന്നിട്ട് അത്ഭുതകരമായിട്ട് ക്യാൻസർ ഗുണപ്പെടുകയും ഇവിടെ വന്ന് 2 പ്രാവശ്യം സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ട് കുടുംബത്തോടെ. ഷി ലീവ്സ് ഇൻ UK, ബട്ട് ഇവിടം വരെ വന്ന് 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ പല പ്രശ്നങ്ങൾക്കും ഇതൊരു കാരണമാകും, എൻ്റെ ഉടമ്പടി തന്നെ ഒരു സാക്ഷ്യമല്ലേ, ഒരു അടയാളമല്ലേ, ചേച്ചി എടുക്ക്. ഞാനപ്പോൾ പറയുന്നത്, എനിക്ക് പല സ്ഥലത്തും ധ്യാനം കൂടാനും പല കരിസ്മാറ്റിക് അച്ഛന് ഞാൻ അവരെയൊക്കെ കുറ്റം പറയുന്നല്ല, ചിലപ്പോൾ ദൈവം എന്നെ ഇവിടെ അടുപ്പിക്കാനായിരിക്കും അവിടേക്ക് ഒന്നും എനിക്ക് ഒരു അടയാളവും ഒരു ഇതും കാണിക്കാതെ മാറ്റി വെച്ചത്. അപ്പോൾ ഞാൻ ആ ഒരു പേടി കാരണം ഞാൻ ഒരിക്കലും ഉടമ്പടി എടുക്കുകയില്ല. നീ എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി, നിൻ്റെ ഉടമ്പടിയിൽ എന്നെ ഉൾപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒഴിവാക്കി നടക്കുകയായിരുന്നു. ആ സമയത്ത് repeatedly she used to tell me, no, you should take, but I kept on ignoring. I kept on telling her, no, not me, because I don't want to be disappointed again. പക്ഷേ ലാസ്റ്റ് ഇയർ, അതായത് 2022 നവംബർ, പെട്ടെന്നാണ് എൻ്റെ മകൻ്റെ ടീച്ചർ സ്കൂളിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഹി ഈസ് വെരി
is not very good at studies. We may have to rethink about his admission. ബിക്കോസ് ഞങ്ങൾ വിചാരിച്ച പോലെ ജോസഫ് അത്രയും അങ്ങോട്ട് കാര്യമായിട്ട് ഇത് പഠിപ്പിലേക്ക് ഇത് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ഒരു പ്രോബ്ലംസ് വരികയും ആ സമയത്ത് പെട്ടെന്നാണ് എനിക്ക് തോന്നിയത് ഓക്കെ ഉടമ്പടി എടുക്കാം. അപ്പോഴും പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് ഇത് പ്രിപ്പയർ ആകണില്ല. വീട്ടിൽ പോലും ഞാൻ പറഞ്ഞില്ല, മമ്മീനോടും വീട്ടിൽ ആരോടും മക്കളോടും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. രാവിലെ എണീറ്റതും നമുക്ക് ഇന്ന് കൃപാസനത്തിൽ പോകണം. എനിക്ക് അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു വിളി പോലെ തോന്നി, ഇന്ന് നമുക്ക് കൃപാസനത്തിൽ പോകണം. ഇവിടെ എത്തുമ്പോൾ ഐ തിങ്ക് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിക്കും അറിയാൻ പാടില്ലായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഞാൻ 12:30 1 o'clock ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാൻ ഇതായത്. പക്ഷേ ആ സമയത്ത് എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഐ ജസ്റ്റ് കെയിം ഹിയർ ആസ് റാൻഡം ആസ് എ കോൾ. ഇവിടെ വരുമ്പോൾ എന്നും ഇല്ലാത്ത ഒരു തിരക്ക്. ആ സമയത്ത് ഐ തിങ്ക് മോർ ദൻ 200 people have just gone inside for the first batch. സെക്കൻഡ് ബാച്ചിന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കണേ ബിക്കോസ് ഓഫ് ദ റഷ്. അപ്പോൾ ഞാനിവിടെ എത്തി, ഇനി 2 ആൾ കൂടിയേ ഉള്ളൂ എൻ്റെ നെക്സ്റ്റ് ഫോം വാങ്ങിക്കാനായിട്ട്. ആ സമയത്ത് അവർ പറയാണ് നെക്സ്റ്റ് ബാച്ച് 2:30 വിളിക്കത്തുള്ളൂ. ബട്ട് ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് തളർന്നു പോയില്ല. Although I was feeling it's going to take too much for me to stand here to get an application to take covenant. അപ്പോഴും മക്കൾ വന്ന് പറയും മമ്മി നമുക്ക് വീട്ടിൽ പോകാം, അടുത്ത പ്രാവശ്യം വരാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോനെ അന്ന് ഒത്തിരി പനിച്ച് വന്ന് നിൽക്കുകയാണ്. എന്നെന്നില്ലാത്ത പനി. അന്ന് പനി കൂടി ഇവിടെ വന്നിട്ട് ഒത്തിരി കൂടിയ അന്നാണെങ്കിൽ ഞാൻ മരുന്ന് പോലും കരുതിയിട്ടില്ലായിരുന്നു. ഐ ജസ്റ്റ് കെയിം ജസ്റ്റ് ലൈക്ക് ദാറ്റ് വിതൗട്ട് ഈവൻ ടേക്കിംഗ് എനി പ്രിക്കോഷൻസ്, വിതൗട്ട് ഈവൻ ടേക്കിംഗ് എനി മെഡിക്കേഷൻസ്. ഇവിടെ വന്നിട്ട് ഞാൻ മമ്മിയോട് പറയും മമ്മി അവനെ താഴത്തെ നിലത്ത് മാതാവിൻ്റെ സന്നിധാനത്തിലാണ് നമ്മൾ വന്നേക്കണത്. ഐ ബിലീവ് ദറ്റ് ഷീ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം. അവനെ നിലത്ത് കിടത്തും. അവൻ പനി കൊണ്ട് തിളച്ച് വന്ന മകനാണ്. ഒരു 10 നിമിഷം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ വെള്ളം പോലെ ആകണത് ഞാൻ കണ്ടു ഇവിടെ തന്നെ. ഹി വാസ് സ്വെറ്റിംഗ് അ ലോട്ട് ആൻഡ് ഹി വാസ് കംപ്ലീറ്റ്ലി ആ ഒരു ചൂട് പോയി മാറി തണുത്ത് വെള്ളം പോലെ ആയി. ആ കൊച്ച് നോർമലായിട്ട് ഞാൻ നോക്കുമ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റ് ഹീ സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു മീ. ഹീസ് ജോസഫ്, ഹീസ് ഡാനിയൽ. ജോസഫിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന് എൻ്റെ അരികിൽ വന്നിട്ട് നിന്നിട്ട് പറയും മമ്മി ഐ വിൽ സ്റ്റാൻഡ് വിത്ത് യു. എനിക്ക് അങ്ങനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റണില്ല. അവൻ എൻ്റെ കൂടെ വന്ന് നിൽക്കണം. അവനെ ഞാൻ ഒരു കണക്കിനാണ് എടുത്തുകൊണ്ട് ഇവിടം വരെ എത്തിയത്. ബിക്കോസ് അവന് അത്രയും പനിയുണ്ടായിരുന്നു. അവൻ അത്രയും വീക്കായിട്ട് നിൽക്കണ ഒരു സമയത്ത് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വിൽ കം ഫോർ ദ കവനന്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് നിൽക്കൽ ഐ തിങ്ക് ഇറ്റ് വാസ് 4:30. ആ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞ ഒരു കാര്യം കേൾക്കണം. അപ്പോൾ ഞാൻ ഓർക്കണം ഇതെന്താണ്, ഇത് പുതിയതായിട്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ് മാതാവിനെ പറ്റി ഇങ്ങനെ ഒരു ഇത് കേൾക്കണത്. അപ്പോൾ ആ നിമിഷം ആ ഒരു ഇത് കേട്ട ഉടനെ കണ്ണടച്ച് ഞാൻ മാതാവിനെ ധ്യാനിക്കുകയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കേലി ഈ ആൾത്താരിൽ നിൽക്കണ മാതാവ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി വരുന്നതായിട്ട് അവിടെ തന്നെ എനിക്ക് അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ ഓർത്ത് ദാറ്റ് വാസ് സംതിങ് ബിഗ് ഫോർ മീ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനാണ് എന്നെ മാതാവ് ഇവിടം വരെ കൊണ്ടുവരുന്നത്, ഇവിടം വരെ എത്തിച്ചത് മാതാവിൻ്റെ ഒരു പ്ലാനാണ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ എനിക്ക് മനസ്സിലായി. തിരിച്ചു പോവുകയും ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി എടുത്ത് വെച്ച് പള്ളിയിൽ പോകാനാണെങ്കിലും ഹോസ്പിറ്റലിൽ വിസിറ്റ് ആണെങ്കിലും പത്രം കൊടുക്കുകയാണെങ്കിലും ആദ്യമൊക്കെ എനിക്ക് മടിയുണ്ടായിരുന്നെങ്കിലും എങ്ങനെ കൊണ്ടുപോയി കൊടുക്കും, ആൾക്കാർ എന്ത് വിചാരിക്കും, എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്യണം എന്ത് പറഞ്ഞ് ഞാൻ അവരോട് ഇത് ചെയ്യുമെന്നൊക്കെ മടിച്ച് നിന്നെങ്കിലും ഓരോ സമയം ഞാൻ മടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ മക്കളാണ് പറയുന്നത് മമ്മി നമുക്ക് ഇത് ചെയ്ത് തീർക്കാം, ലെറ്റ്സ് ഫിനിഷ് ദിസ് വാട്ട് എവർ ഷീസ് ടോൾഡ് യു ആർ പ്രോമിസ്ഡ് മദർ മേരി ദാറ്റ് യു വിൽ ഡു ഇറ്റ്, ലെറ്റ്സ് ഗോ ഡു ഇറ്റ്. അവർ എൻകറേജ് ചെയ്യുകയും പോവുകയും കാണുകയും എല്ലാം. ഹോസ്പിറ്റൽ വിസിറ്റ് ആണെങ്കിലും അവിടെ ചെന്ന് ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ ഞാനേ അറിയാതെ അവരോട് ആസ് ഇഫ് അവരെൻ്റെ ആൻറ്റിയോ അങ്കിളോ അങ്ങനെ വിചാരിച്ചാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാനായിട്ട് എനിക്ക് മാതാവ് ഒരു കഴിവ് തരികയും അവരുടെ വേദന എനിക്ക് ഫീലാകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എങ്കിലും അവരോട് മാതാവ് എല്ലാം നോക്കിക്കോളും, നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആശ്വാസം പറഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു അമ്മ ഇതുപോലെ അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പത്രമൊന്നും കൊടുക്കണില്ല,
ഓൾദോ ഐ വാസ് ക്യാരിങ് മാതാവിൻ്റെ പത്രം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കൊടുക്കണില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കണത് ഈ പത്രം ശരിക്കുള്ള കൈകളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. എല്ലാവരുടെയും കയ്യിൽ കൊടുത്താൽ ചിലപ്പോൾ അവർ വലിച്ചെറിഞ്ഞിട്ട് കളഞ്ഞാൽ എനിക്ക് പോലും വിഷമം ഉണ്ടാവും. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ഇറ്റ് ടു എനി റാൻഡം പേഴ്സൺ. ഐ ജസ്റ്റ് വാണ്ട് ടു ഗിവ് ഇറ്റ് ടു സംബഡി ഹൂ ഡിസേർവ്സ് മാതാവ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങണത് തന്നെ. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു അമ്മ ഇങ്ങനെ എൻ്റെ അരിയിൽ കൂടി പാസ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ അവർക്ക് പത്രം കൊടുക്കുക. അപ്പോൾ അവരെ വിളിച്ചിട്ട് ചേച്ചി ഇന്ന മാതാവിൻ്റെ പത്രമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറയണതാണ്, ഈ ഒരു നിമിഷം വരെ ഞാൻ വിഷമിച്ച് ഒരു നല്ല വാക്ക് എനിക്ക് ആരെങ്കിലും പറയൂലേ എന്ന് ഓർത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മോളെ എനിക്ക് ഈ പത്രം തന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ബിക്കോസ് ഞാൻ മാതാവിനെ ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ കൃപാസനം എന്ന് പറഞ്ഞ ഒരു പള്ളിയിൽ പോകാറുണ്ട്, വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, മാതാവ് യു ഡിഡ് വാട്ട് is required to be done. This is what I wanted to do എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ ഇത് ചെയ്യുക. ആദ്യം തന്നെ ഞാൻ മെയിൻലി പറയേണ്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് പറഞ്ഞില്ല. എൻ്റെ പേര് വിൽമ വിൻസെൻറ്റ്. ഞാൻ ആക്ച്വലി ഞങ്ങൾ ഒരു 40 ഇയേഴ്സോളം ബാംഗ്ലൂരിൽ താമസിക്കുകയും അവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് ഒത്തിരി ആഗ്രഹിച്ചാണ് എൻ്റെ മമ്മി നാട്ടിലേക്ക് വരണമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ മാതാവ് ഞങ്ങൾക്ക് ഒരു വീട് ഒരുക്കി തന്നുകയും നാട്ടിലേക്ക് പോരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ അവശേഷിച്ചത് ഈ 2 മക്കളും എൻ്റെ മമ്മിയും എൻ്റെ കയ്യിൽ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് വാസ് ലൈക്ക് റീസ്റ്റാർട്ട് ഫോർ മീ ഓൾ ഓവർ അഗൈൻ. ലൈഫിനെ തിരിച്ചും പഴയതിൽ നിന്ന്, അതായത് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ നിൽക്കണമായിരുന്നു. കുരുത്തം പോലെ ഒരു ജോലി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ജോലിയിൽ പല മാതിരി പ്രശ്നങ്ങൾ, അതുവരെ എല്ലാം നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ എം നോട്ട് ഡീമോട്ടിവേറ്റിംഗ് ഓൾ ഓഫ് യു ബൈ സേയിങ് ദിസ്, ബട്ട് ദർ ഈസ് എ മിറക്കിൾ അറ്റ് ദി എൻഡ് ഓഫ് ദിസ്. ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഓരോ മാസവും എനിക്ക് ജോലിയിൽ തന്നെ ഓരോ പ്രശ്നങ്ങളും, അതായത് ക്വാളിറ്റി ഇഷ്യൂ, ലേറ്റ് ജോയിനിങ്, ബിക്കോസ് ഐ വാസ് ഡൂയിങ് നൈറ്റ് വർക്ക് ആൻഡ് ഐ ഹാഡ് ടു സ്റ്റേ അപ്പ് ലേറ്റ് ഇൻ ദ നൈറ്റ്. ചില സമയത്ത് എനിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ലേറ്റാകും. എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ ഇന്ന് വരെ ഇല്ലാഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർക്കണം, എന്തെങ്കിലും ഞാൻ പാഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ ഉടമ്പടിയിൽ? ഷുഡ് ഐ റീഡു ഇറ്റ് അഗൈൻ? ഷുഡ് ഐ ചെക്ക് ഓൺ മൈ സെൽഫ്? അപ്പോഴും ഞാൻ എന്തെങ്കിലും ഇതുപോലെ വരുമ്പോൾ ഉടനെ ഒന്നും കൂടി ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുക, ഒന്നും കൂടി ആൾക്കാർക്ക് പ്രേക്ഷിത വില ചെയ്യാനും ഭക്ഷണങ്ങൾ കൊണ്ട് കൊടുക്കാനും ഇതാണ് ഞാൻ ചെയ്യണം. അപ്പോൾ വാട്ട് ഐ ഫീൽ ഇസ് മേ ബി ഐ ഹവ് ഡൺ സംതിങ് റോങ്, ഐ ഹവ് നോട്ട് ഡൂയിങ് സംതിങ് കറക്റ്റ്ലി. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഈ ഓടിപ്പോയി ഒന്നും കൂടി എല്ലാം ചെയ്യണത്. പക്ഷേ ഇത് എത്രത്തോളം ഞാൻ ദൈവത്തിൽ അടുക്കാൻ ചെല്ലണോ ആ സമയത്തൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു വേദന, അതും ജോലിയിൽ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു സംതിങ് ഗോഡ് ഈസ് ട്രൈങ് ടു ഗിവ് മി എ മെസ്സേജ് ത്രൂ ദിസ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതുപോലെ വീട്ടിൽ മാതാവിൻ്റെ നാടയൊക്കെ തുടച്ച്, വീക്ക്ലി വൺസ് അങ്ങനെ ഒരു റുട്ടീനുള്ളതാണ്. അപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു വചനം വന്നിറങ്ങാണ്, നിൻ്റെ നാശത്തിനല്ല നിൻ്റെ ക്ഷേമത്തിൻ്റെ പദ്ധതി മാത്രമേ എൻ്റെ അടുത്തേ ഉള്ളൂ. അത് കേട്ടതോടെ എനിക്ക് ക്ലിയറായി. സോ ഇറ്റ് ഈസ് യു ഹൂ ഈസ് ഡൂയിങ് ദിസ്, ലെറ്റ് യുവർ വിൽ ബി ഡൺ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് എല്ലാം സറണ്ടർ ചെയ്ത് ഓരോ മാസവും എനിക്ക് ഓരോ ഇഷ്യൂസും അതായത് ജോലിയിൽ തന്നെ ഈ സാലറി ഇഷ്യൂസ് കൂടി വരികയും എനിക്ക് സാലറി കുറഞ്ഞു വരികയും ഒരു മാസം എനിക്ക് പെട്ടെന്ന് 5,000 റുപ്പീസ്, ക്യാൻ യു ഇമാജിൻ 5,000 റുപ്പീസ് ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും? അത് വെച്ച് ഞാനൊന്നും ജീവിക്കാനും പറ്റത്തില്ല, അതായത് എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റത്തില്ല. ബട്ട് ആ സമയത്ത് ഞാൻ ഓർത്തത് ഇതിലെന്തോ ഒരു കാര്യമുണ്ട്, അല്ലാതെ എനിക്ക് ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ബട്ട് എന്നാലും ആ ഒരു പൈസ എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചായിരിക്കും 2 പേർക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാനുള്ള ഇതേ ചെയ്യത്തുള്ളൂ. അല്ലാതെ ആരോടെങ്കിലും എൻ്റെ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കാനോ ഞാൻ നിൽക്കാതെ I was only moving ahead with covenant. I did not stop myself by saying, no, I can't do it. Just because I did this, മാതാവ് എന്തൊക്കെയോ എൻ്റെ ലൈഫിൽ മാറ്റങ്ങളുണ്ട്, ഇതിനേലും നല്ല പോലെ ഞാൻ ജീവിച്ചതാണല്ല. Why did I take covenant? No, I did not think of all that. I was only correcting myself. But today, I am here to say you all,
ദറ്റ് ഈ ഫ്രൈഡേ അതായത് മാതാവിൻ്റെ ജന്മതിരുന്നാളുടെ ദിവസം എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനും അതിന് ഇനോഗ്രേഷൻ ഓഫ്ലൈനും ഓൺലൈനും ലോഞ്ച് ചെയ്യാനായിട്ട് മാതാവ് എന്നെ സഹായിച്ച് ഇന്ന് എനിക്ക് ധാരാളം ഒന്ന് പറയാനില്ലെങ്കിലും മാതാവ് എനിക്ക് ഫൈനാൻഷ്യലി കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത് ആരെയും ഡിപ്പെൻഡ് ആകാതെ ഒരു രൂപ ലോൺ എടുത്ത് എനിക്ക് കടബാധ്യത ഉണ്ടാക്കാതെ മാതാവ് എല്ലാം കൊണ്ടും എന്നെ സഹായിച്ച് ഷീ മേഡ് മീ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്റ്റാൻഡ് ബൈ മൈ സെൽഫ്. It is not because of me, it is because of Mother Mary that she has taken care of my life, my health, my personal life, my children. ഈവൻ മമ്മിയുടെ കാര്യമാണെങ്കിലും ഉടമ്പടിയിൽ എഴുതിയ 6 നിയോഗത്തിൽ 5 നിയോഗങ്ങളും എനിക്ക് ഇന്ന് മാതാവ് ഫുൾഫിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. പക്ഷേ ഈ 2ാമത് പുതുക്കിയപ്പോൾ തന്നെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ നടത്തി തന്ന മാതാവിന് കൂടാനുകൂടി നന്ദി പറയാൻ മാത്രമേ എൻ്റെ ഓരോ ദിവസവും ചിലവാക്കണുള്ളൂ. ഞാൻ ചെറുതായിട്ട് ഈ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഈ 5 നിയോഗത്തിൻ്റെ ചെറിയൊരു ഇത് മാത്രമേ ഞാൻ പറയണുള്ളൂ. ബിക്കോസ് it is not what she gave which is important, because today when I stand here I am so happy, I am so peaceful, I am so reliable, I am completely dependent on Jesus Christ, because I can see he is there with me, he is next to me to protect me with everything. ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനോടെയാണ് ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ഓർത്ത പല കാര്യങ്ങളും പല കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അത് ഞാൻ ഒറ്റയ്ക്ക് വിഷമിച്ച ഓരോ ദിവസങ്ങളുണ്ട്. ഇന്ന് ഞാൻ നിൽക്കണ എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണെന്നുള്ള ഒരു അടയാളത്തോടെയാണ് ഞാൻ പറയുന്നത്. ഐ ക്യാൻ സീ മൈ ഗോഡ് സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു മീ ആൻഡ് ടെല്ലിങ് മീ വാട്ട് ഐ ഷുഡ് ബി സേയിങ് റൈറ്റ് നൗ.